ഡിറ്റ്വ ചുഴലിക്കാറ്റ് വരാൻ സാധ്യതയുണ്ടോ എന്ന ആശങ്കയില്ല, ഒന്ന് മാറിയുന്നതാണ്. അപ്പോ എന്താണ് ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സാഹചര്യം? ശ്രീലങ്കയിൽ അത് വലിയ ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്, നിരവധി പേർ അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പൊ സുഹൈലുണ്ടെന്ന് തോന്നുന്നു. അതെ, എന്തായാലും മരണസംഖ്യ 100 കടന്നതായിട്ടാണ് റിപ്പോർട്ട്. കേരള തീരത്തുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ BK സുഹൈൽ നൽകും. സുഹൈൽ, ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ചിരിക്കുകയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. മരണസംഖ്യ ഉയരുന്നു. എന്താണ് കേരളത്തിലേക്കും ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാൻ ഇടയുണ്ടോ? ദിവ്യ, സൈഫു, ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ സമീപകാലത്തെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നു. 100-ലേറെ മരണം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. നിരവധി പേരെ കാണാനില്ല. ആ കണക്ക് കൂടി ഒരുപക്ഷെ വരികയാണെങ്കിൽ വലിയ ഒരു സംഖ്യയായി അത് മാറിയേക്കാം. 2 ലക്ഷം മനുഷ്യരെയാണ്, തീരദേശത്ത് താമസിക്കുന്ന ആളുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1.5 ലക്ഷത്തോളം ആളുകൾ സമീപ പ്രദേശത്തുള്ള സ്കൂളുകളടക്കമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 300 മില്ലിമീറ്ററിലധികം വരുന്ന മഴയാണ് ഈ ഒരു പ്രദേശത്ത് പെയ്തിരിക്കുന്നത്. വിമാന സർവീസുകൾ ആകെ താളം തെറ്റിയിരിക്കുന്നു. അതേപോലെ തന്നെ എയർപോർട്ടുകളും അതേപോലെ തന്നെ പോർട്ടുകളും തീരപ്രദേശത്തുള്ള പോർട്ടുകളും എല്ലാം തന്നെ അടച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെ ഒരു അടിയന്തരാവസ്ഥ എന്ന രൂപത്തിലേക്ക് തന്നെ ശ്രീലങ്കയിലേക്ക് പോകുന്നു, കാലാവസ്ഥ അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നു. പുലർച്ചെ ഈ ഒരു ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ആശങ്കയേറ്റുന്ന മറ്റൊരു കാര്യം. തമിഴ്നാട്, പുതുച്ചേരി, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ മേഖലകളിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടുകൂടി ഇവിടെയും സമാനമായുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ശക്തമാണ്. ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ സമീപ ജില്ലകളിലെല്ലാം തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ചുഴലിക്കാറ്റിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ദ്വിത്വ എന്നത് ഒരു യമനിൽ നിന്നുള്ള യമൻ നൽകിയ പേരാണ്. അത് യമനിലെ ഒരു ദ്വീപ്, ആ ദ്വീപിൻ്റെ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത്. സൈക്കാട്രി എന്ന് പറയുന്ന ചെറു ദ്വീപിലെ ഒരു തടാകം, ആ തടാകത്തിൻ്റെ പേരാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ദീത്വ എന്നാൽ പൊയ്ക എന്നാണ് അർത്ഥം. സൊക്കാട്ര എന്ന് പറയുന്നത് അവിടെയുള്ള യമനിലെ തദ്ദേശീയമായി അവർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ആ ഭാഷയിൽ നിന്നാണ് ഈ പേര് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് പോയിരിക്കുന്നു. ഇത് ഇന്ത്യൻ തീരങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്.